ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ ശനിയാഴ്ച ഒരു ഓട്ടം പോയിട്ട് തിരിച്ചു വരുമ്പോൾ എൻ്റെ വണ്ടീൻ്റെ ആക്സിലേറ്റർ കേബിൾ ഒന്ന് പൊട്ടിപ്പോയി. രാവിലെ ഒരു 10 മണി ആവാനായിട്ടുള്ള നേരം. അപ്പോൾ സംഭവം ആക്സിലേറ്റർ കേബിൾ എൻ്റെ അടുത്തുണ്ട്, പക്ഷേ എനിക്ക് കെട്ടാനൊരു മടി. എന്തായാലും ഈ ആക്സിലേറ്റർ കേബിൾ കൊടുക്കുമ്പോൾ തന്നെ കൈയൊക്കെ കരി പിടിച്ച് നാശമാവും. അന്നേരം രാവിലെ തന്നെ ആയതുകൊണ്ട് ഒരു മടി. പിന്നെ എന്താണെന്ന് വെച്ചാൽ മടി പിടിക്കാൻ വേറെ ഉണ്ട്. കാരണം ആ വരുന്ന വഴിക്ക് തന്നെ ഒരു 4 കിലോമീറ്റർ ഇപ്പുറത്ത് ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. ആ സമയത്ത് ഞാൻ വണ്ടി ആ വർക്ക്ഷോപ്പിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഐഡിയ കണ്ടെത്തി. അവിടെ വെച്ചിട്ട് തന്നെ കണ്ടെത്തിയതാണത്. അപ്പോൾ എനിക്കത് നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ പറയാം, ആ റോഡ് അത്യാവശ്യം നല്ല റോഡായിരുന്നു. കട്ടറും കാര്യങ്ങളൊന്നുമുള്ള റോഡല്ല. കയറ്റം ചെറിയ കയറ്റങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും അത്ര വലിയ കയറ്റങ്ങളൊന്നുമില്ല. കാരണം വലിയ കയറ്റമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഐഡിയ വർക്കൗട്ട് ആവില്ല. അപ്പോൾ അതാണ് ഞാനിത് എടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഐഡിയ നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ അന്നേരം എന്ത് ചെയ്യണം എന്നോർത്ത് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യം വരില്ല. സിമ്പിളായിട്ട് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളെ വണ്ടി കൊണ്ടുപോകുന്നതാണ്. ആക്സിലേറ്റർ കേബിൾ പൊട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ രാത്രിയൊക്കെ ആണെങ്കിൽ നല്ല ദൂരമൊക്കെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോ ഞാൻ ആദ്യമേ ചെയ്തിട്ടിരുന്നു. അതും നല്ലൊരു മാർഗ്ഗമാണ്. പക്ഷേ ഇത് അതിനെക്കാട്ടിലൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു വഴിയാണ്. വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുമില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് വണ്ടി നമ്മൾ വിചാരിച്ച സ്ഥലത്ത് എത്തിക്കാവുന്നതാണ്. പക്ഷേ ഭയങ്കരമായിട്ടുള്ള കയറ്റമൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. അത് നിങ്ങളൊന്നും മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഞാൻ എന്താണ് അന്നേരം ചെയ്തതെന്നുള്ളത് കാണിച്ചു തരാം. അതിന് മുന്നേ എപ്പോഴും പറയുന്നതാണ്, എങ്കിലും പറയുന്നു, ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് എന്താണ് ആ ഐഡിയ എന്നൊന്ന് നോക്കാം. ഇത് കണ്ടില്ലേ, ഇതൊരു ചെറിയ ഒരു വടിക്കഷ്ണമാണ്. ഈ വടിക്കഷ്ണം ഉപയോഗിച്ചിട്ടാണ് ഞാൻ വണ്ടി വർക്ക്ഷോപ്പിൽ എത്തിച്ചത്. ഇതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ആക്സിലേറ്ററിൽ കേബിൾ കൊടുക്കുന്നിടത്ത് കൊണ്ടുപോയിട്ട് ബാക്കിലാണ് അവിടെ കൊണ്ടുപോയിട്ട് ഇത് കുത്തി അങ്ങോട്ട് വെച്ചു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി കുറച്ച് റേസ് ആവും. അപ്പോൾ നമുക്ക് ഗിയർ ഇട്ടിട്ട് സുഖമായിട്ട് വണ്ടി കൊണ്ടുപോകുന്നതാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഓവറായിട്ട് റേസിങ് കൂട്ടി വെക്കരുത്. അത് നമുക്ക് ഗിയർ ഇടുമ്പോൾ ബുദ്ധിമുട്ട് വരും. ഒരു ചെറിയ രീതിയിൽ കൂട്ടി വെച്ചാൽ മതി. ഒരുപാട് വലിപ്പമുള്ള കഷ്ണം വെക്കാതിരിക്കുക. ഇത്രയുള്ളൊരു കഷ്ണം വെച്ചാൽ മതി. അപ്പോൾ കറക്റ്റായിട്ടുള്ള റേസിങ് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഗിയറിലിടുന്നതിനേക്കാളും നല്ലത് സെക്കൻഡ് ഗിയറിലിട്ട് എടുക്കുന്നതായിരിക്കും. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ കോല് അവിടെ വെക്കേണ്ടതെന്നൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ആക്സിലേറ്റർ. ഇനി ഈ കോല് എവിടെ വെക്കേണ്ടതെന്ന് വെച്ചാൽ, ഇത് കണ്ടില്ലേ, ഈ ഒരു ഗ്യാപ്പിലേക്ക് ഇതങ്ങ് അകത്തിയിട്ട് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. കണ്ടോ സംഭവം? അവിടെ നല്ല അടിപൊളിയായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അതെന്തായാലും ഊരിപ്പോവില്ല, അത് ടൈറ്റായി നിൽക്കും. ഇനി ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ആ റേസിങ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പോൾ നിങ്ങൾ കേട്ടില്ലേ, ഈ ഒരു റേസിങ് വെച്ചാൽ മതി. ഇതിപ്പോൾ കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഗിയർ ഇട്ട് ഓടാൻ തുടങ്ങുമ്പം അത് കറക്റ്റ് ആയിക്കോളും. അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ സെക്കൻഡ് ഗിയർ ഇട്ടിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അത് കഴിഞ്ഞാൽ തേർഡും ടോപ്പിലിട്ട് പോകാൻ കുഴപ്പമില്ല. റോഡിനനുസരിച്ചിട്ട് മെല്ലെ നമുക്ക് പോകാവുന്നതാണ്. ഈ ഒരു റേസിങ്ങിൽ ഏത് ഗിയർ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. പക്ഷേ ഇടുമ്പം സെക്കൻഡിൽ ഇടുന്നതായിരിക്കും നല്ലത്. ഫസ്റ്റിലേക്ക് ഇടേണ്ട, കൂടുതൽ ചാട്ടം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഗിയറും കൂടെ ഇട്ട് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ചെറിയൊരു ചാട്ടം ഉണ്ടാവും എന്തായാലും. കാരണം നമ്മൾ ആക്സിലേറ്റർ കൊടുത്തിട്ട് തന്നെയാണല്ലോ ഗിയർ ഇടുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാവുന്നതാണ്. അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലായില്ലേ? സംഭവം ഒരു നിസ്സാര കാര്യമാണ്. ഞാനിതൊരു വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, പുതിയതായിട്ട് ഓട്ടോ ഫീൽഡിലേക്ക് വരുന്നവർക്ക് ഒരുപക്ഷേ ഈ ആക്സിലേറ്റർ കേബിളൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വലിയൊരു ഐഡിയ കിട്ടില്ല. ഞാനൊക്കെ ഈ ഒരു ഫീൽഡിലേക്ക് വന്നപ്പം പല കംപ്ലയിൻറ്റുകൾ വരുമ്പോഴും എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയയും കിട്ടാണ്ട് അന്തം വിട്ട് ടെൻഷൻ അടിച്ച് നിന്ന സമയങ്ങളുണ്ട്. അപ്പം ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഒരു ചെറിയൊരു ഐഡിയ കിട്ടുകയാണെങ്കിൽ അത് നല്ലതായിരിക്കുമല്ലോ എന്നോർത്തിട്ടാണ് ഇത്തരത്തിലുള്ള ചെറിയ വീഡിയോസുകൾ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.